بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കരുളി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെയും സന്ദർഭങ്ങളെയും അല്ലാഹുവിന് പൊരുത്തമുള്ള മാർഗങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത നേടുന്ന നല്ലവരായ ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു അവന്റെ പ്രത്യേകമായ അനുഗ്രഹം മുഖേന നമുക്കെല്ലാം പുറത്തു തന്നുകൊണ്ട് നമ്മെ ഏവരെയും അവൻ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും സജീവമായ ശ്രദ്ധ പതിയേണ്ടുന്നതും നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ധാരാളം വിഷയങ്ങളുടെ മേഖലകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന ഒരു പഠന പരമ്പരയ്ക്ക്
ഇന്നത്തെ നമ്മുടെ ക്ലാസ്സോടുകൂടി തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് നമ്മുടെ പഠനങ്ങൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. നമ്മുടെ ജീവിതവുമായി, നമ്മുടെ കുടുംബവുമായി, നമ്മുടെ മക്കളുമായി, നമ്മുടെ സാമ്പത്തിക മേഖലയുമായി, സാമൂഹ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ ഇതിലൂടെ വിശ്വാസികളായ നമുക്ക് ഗ്രഹിക്കുവാനും പകർത്തുവാനുമുണ്ട്. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ ദിവസമാണ് നമുക്ക് ചർച്ച ചെയ്യാനും പഠിക്കാനുമുള്ളത്. മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. സമൂഹത്തിൽ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ഇസ്ലാമുമായിട്ടുള്ള ബന്ധം അറബി പേരുകളിലാണ് അവരറിയപ്പെടുന്നത് എന്നത് മാത്രമേയുള്ളൂ. മറ്റു ഇസ്ലാമിൻ്റെ ഏതെങ്കിലും മേഖലകളിലേക്ക് അവരുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ സ്വഭാവങ്ങളോ കടന്നു ചെന്നിട്ടില്ലാത്ത, നാമമാത്രമായ പേരിൽ മാത്രം മുസ്ലിമീങ്ങളായിക്കൊണ്ട് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ഏതെങ്കിലും അപേക്ഷാഫോറങ്ങൾ പൂരിപ്പിക്കുന്ന മേഖലയിൽ ഏതാണ് മതം എന്ന് ചോദിക്കുമ്പോൾ, റിലീജിയൻ ഏതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇസ്ലാം മുസ്ലിം എന്ന് എഴുതി ചേർക്കുന്നു എന്ന ബന്ധമല്ലാതെ ഇസ്ലാമും അവരുമായി ഒരു ബന്ധവുമില്ലാത്ത മുസ്ലിം നാമധാരികളായ ആളുകളെക്കുറിച്ചല്ല നമുക്ക് സംസാരിക്കുവാനുള്ളത്. മറിച്ച് നിത്യേനയെന്നോണം നമ്മുടെ ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളിലൂടെ നാം ഏവരും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ആദർശ പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം മൊഴിഞ്ഞ് അംഗീകരിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് മുസ്ലിം. അതറിയാത്ത ഒരു മനുഷ്യൻ അത് അറിഞ്ഞ് ഉരുവിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് കടന്നു വരുമ്പോഴാണ് അയാൾ അമുസ്ലിം എന്ന പദവിയിൽ നിന്ന് മാറിയിട്ട് മുസ്ലിം എന്ന മഹോന്നതമായ പദവിയിലേക്ക് എത്തുന്നത്. അതാണ് നാം ഏവരും പലപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഷഹാദത്ത് കലിമകൾ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മുടെ ബാങ്കുകളിലൂടെ, നമ്മുടെ ഇഖാമത്തുകളിലൂടെ, ഉളൂഇന് ശേഷം നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ നമസ്കാരത്തിലെ തശഹുദുകളിലൂടെ, അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ നാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹനീയമായ കലിമകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ആദർശ പ്രഖ്യാപനം നടത്തുന്ന ആ സത്യസാക്ഷ്യത്തിന്റെ വചനങ്ങൾ. അത് അംഗീകരിക്കുന്നവനാണ് മുസ്ലിം. അതിൽ ഏതെങ്കിലും ചിലർ അംഗീകരിക്കുന്നവൻ മുസ്ലിം എന്നറിയപ്പെടുകയില്ല. യഹൂദികൾക്കും നസറാനികൾക്കും സംഭവിച്ചത്, അവർക്ക് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ലഭിക്കാൻ കാരണമായത് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥങ്ങളോട് ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചു എന്ന കാരണത്താലായിരുന്നു. യഹൂദികളുടെയും നസറാനികളുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ എന്ന് നിരന്തരം ഞാനും നിങ്ങളും അള്ളാഹുവിനോട് നമസ്കാരത്തിലും അല്ലാതെയും ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്താണ് യഹൂദിയും നസറാനിക്കും അള്ളാഹുവിന്റെ ലഅനത്തും ഗളബും കിട്ടാൻ കാരണം? യഹൂദിയോടും നസറാനിയോടും വർഗീയ വിദ്വേഷമുണ്ടായതുകൊണ്ട് അള്ളാഹു അവരോട് കോപിച്ചതല്ല. അവർക്ക് ചില ദുസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ദുസ്വഭാവം? തൗറാത്ത് അവർ വായിക്കും, തൗറാത്ത് വായിച്ചിട്ട് അവർക്ക് വേണ്ടതവരെടുക്കും, അവർക്കൊരു പ്രയാസവുമില്ല എന്ന് തോന്നുന്നത് അവർ അനുഷ്ഠിക്കും.
അവർക്ക് താല്പര്യത്തിന് വിരുദ്ധമായി കാണുന്നതെല്ലാം അവർ തള്ളും, അതല്ലെങ്കിൽ അത് മൂടിവെക്കും. മാലോകരോട് അറിയാതെ അവർ അതിനോട് ആ നിലക്കുള്ളൊരു സമീപനം സ്വീകരിച്ചു. ഒരു മുസ്ലിം അതല്ലല്ലോ വേണ്ടത്. മുസ്ലിം തന്റെ ഇഷ്ടത്തിന് യോജിക്കുമോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല, ദൈവീകമായ കൽപ്പനയാണോ എന്നേ ഒരു മുസ്ലിം നോക്കേണ്ടതുള്ളൂ. ദൈവീക നിർദ്ദേശമാണെങ്കിൽ അതിനോട് മുഴുവനും ഒരേ നയമാണ് ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ടത്. അതെന്റെ ഇഷ്ടത്തിന് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, എന്റെ താല്പര്യത്തിന് വിരുദ്ധമാകട്ടെ വിഘാതമാവട്ടെ അനുകൂലമാവട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനയാണോ അത് മുഴുവൻ അംഗീകരിക്കുന്നു അനുസരിക്കുന്നു എന്നതാണ് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി. അതേ അവസരത്തിൽ യഹൂദി അതല്ല ചെയ്തത്. യഹൂദി തൗറാത്ത് വായിച്ചു, അവന്റെ ജീവിതത്തിൽ അവന് യോജിക്കുന്നതൊക്കെ അതിൽ നിന്ന് എടുത്തു, അല്ലാത്തതിനെ അവൻ മാറ്റിവെക്കുകയോ മൂടിവെക്കുകയോ ചെയ്തു. പരിശുദ്ധ ഖുർആൻ അതിനെ ചോദ്യം ചെയ്തു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ. അതേ, നിങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് വിശ്വസിക്കുന്നുവോ? അഫതുഅ്മിനൂന, നിങ്ങൾ വിശ്വസിക്കുകയാണോ? ബിബഅദിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത്. വതക്ഫുറൂന ബിബഅദിൻ, ചിലതിനെ നിങ്ങൾ നിരാകരിക്കുകയും ചെയ്യുകയോ? അത് പാടില്ല. നിങ്ങൾ ദൈവിക ദാസനാണോ? അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള വിനയാന്വിതനായ അടിമയാണോ? അള്ള പറഞ്ഞത് മുഴുവൻ അംഗീകരിക്കണം. അതേ, അതാണ് ഇസ്ലാം വിശ്വാസികളോട് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫത്തൻ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, വിശ്വാസികളെ, ഈമാനുള്ളവരോട് അല്ലാഹു സംസാരിക്കുകയാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം, പരിപൂർണമായും പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇസ്ലാമിനെ പരിപൂർണമായി അംഗീകരിക്കാൻ തടസ്സം നിൽക്കുന്നൊരു ശൈത്താനാണ്. ആ ശൈത്താനാണ് ഇസ്ലാമിലെ ഒരു കൽപ്പന കാണുമ്പോൾ അത് നീ വിശ്വസിക്കണ്ട, അത് നീ അനുഷ്ഠിക്കണ്ട, അത് നീ സ്വീകരിച്ചാൽ നിനക്കിന്ന ഭൗതികമായ കോട്ടം വരാനുണ്ട്, നിനക്കിന്ന താല്പര്യങ്ങൾക്കത് വിഘാതമാണ്, അതുകൊണ്ട് മറ്റുള്ളതൊക്കെ നീ സ്വീകരിച്ചോ, ഇത് നീ സ്വീകരിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ പരിപൂർണമായി ഇസ്ലാമിന്റെ നിയമങ്ങളുടെ പിന്നാലെ പോകണമെന്ന് വിശ്വസിക്കുന്നവനെ അതിൽ നിന്നും മാറ്റിച്ചതിച്ച് മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോകുന്നൊരു ശൈത്താനാണ്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, പരിപൂർണമായി ഇസ്ലാമിന്റെ കൽപ്പനകളെ അതിൽ പ്രവേശിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നതിന് മുടക്കം വരുത്തുന്നത് ശൈത്താനായതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത് വിശ്വാസികളെ. അപ്പോ യഹൂദിക്കും നസറാനിക്കും സംഭവിച്ചത്, വേദഗ്രന്ഥത്തിൽ നിന്ന് തന്നിഷ്ടത്തിനനുസരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും നിരാകരിക്കുകയും കൊള്ളുകയും തള്ളുകയും ചെയ്ത ഒരു സ്വഭാവമുള്ളത് കൊണ്ടാണ്. അത് നമുക്ക് പാടില്ല. നാം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളും, നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് നാം പ്രഭാതത്തിൽ നിന്ന് ഉറക്ക് തെളിഞ്ഞ് ഉണരുന്നത് മുതൽക്കാണ്. നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്നതോ ജീവിതത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളും ജോലിത്തിരക്കുകളും എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ നമ്മൾ വീടണഞ്ഞ് കൂടണഞ്ഞ് അതേ ബെഡിൽ തലവെച്ചതാ ഉറങ്ങുന്നു. ഒരു ദിവസം നമുക്കവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടതാണ് നമ്മുടെ വിഷയത്തിൽ വരുന്നത്. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം മറ്റുള്ളവരുടെ ദിവസം പോലെയല്ല ആയിരിക്കാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പ്രഖ്യാപിക്കുന്ന ആദർശങ്ങളുണ്ട്. ആ ആദർശത്തെ എന്റെ ജീവിതത്തിലതാ ഞാൻ ഉണർന്നു ഞാൻ വീണ്ടും ഉറങ്ങുന്നതിനിടക്കുള്ള എന്റെ ഒരു ദിവസം, ആ ദിവസത്തിൽ ഞാൻ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഏതെല്ലാം കാര്യങ്ങൾ
വിശ്വസിക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും പെരുമാറ്റത്തിലും കൊണ്ടുവരാൻ കൽപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും അതെന്റെ താല്പര്യത്തോട് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, എന്റെ ഇഷ്ടത്തോട് യോജിച്ചു വരട്ടെ യോജിക്കാതെ വരട്ടെ, ഞാൻ പരിപൂർണമായും അംഗീകരിച്ചു ജീവിച്ചോളാൻ സന്നദ്ധനായിട്ടല്ലാതെയാണെങ്കിൽ എനിക്ക് മുസ്ലിം എന്ന് പറയാൻ സാധ്യമല്ല. അതാണ് അല്ലാഹു തആല പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ട്. അതെ, അല്ലാഹു പറയുകയാണ്, മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾക്കുണ്ട് ഫീ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട് ഉസ്വത്തുൻ ഹസനത്തുൻ, ഏറ്റവും നല്ല മാതൃകയുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കുള്ള മാതൃക, ഏത് വിഷയത്തിലും നിങ്ങൾക്കുള്ള മാതൃക. എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ വിശ്വസിച്ചുകൂടാ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞുകൂടാ, എവിടെയൊക്കെ പങ്കെടുക്കാം, എവിടെയൊക്കെ പങ്കെടുത്തുകൂടാ, അതെ, എങ്ങനെയൊക്കെ സമ്പാദിക്കാം, എങ്ങനെയൊക്കെ വിനിയോഗിക്കാം, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അതെ എങ്ങനെ വർത്തിക്കണം എന്നതിൽ ജനങ്ങളെ നിങ്ങൾക്ക് നേതാവ് അല്ലാഹുവിന്റെ റസൂലാകുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്. അവിടുത്തോടുള്ള മഹബ്ബത്ത് അവിടുത്തെ ഇത്തിബാഅ് ചെയ്യലാണ്. അതെ, അവിടുന്ന് പറയുന്നത് മുഴുവൻ ജീവിതത്തിൽ മാതൃകയാക്കലാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് കേട്ടോ, അള്ളാന്റെ റസൂലിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാതൃകയാക്കാൻ എല്ലാവർക്കും കഴിയൂല. അതിനൊരു പ്രത്യേക തൗഫീഖ് വേണം. ഞാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നയാളാണെന്ന് അവകാശപ്പെട്ടത് കൊണ്ട് മാത്രം അവിടുത്തെ ഇത്തിബാഅ് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടൂല. അതെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവനും അതെനിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും, എന്റെ ബുദ്ധിക്ക് കൊണ്ടാലും തള്ളിയാലും, അതെ, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന മനസ്സ് എല്ലാവർക്കും വരില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളും കൽപ്പനകളും മുഴുവനായി ഒരാൾക്ക് സ്വീകരിക്കണമെങ്കിൽ അത് ഞാനാവട്ടെ നിങ്ങളാവട്ടെ നമുക്കെല്ലാം അല്ലാഹുവിങ്കിൽ നിന്നുള്ള വലിയ ഒരു തൗഫീഖ് കിട്ടണം. അതാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാതെ അല്ലാഹു 3 നിബന്ധനകൾ പറയുന്നുണ്ട്. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉത്തമമായ മാതൃക പിൻപറ്റാൻ സാധിക്കുക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലിനെ പരിപൂർണമായി പിൻപറ്റാനുള്ള തൗഫീഖ് കിട്ടുക? എല്ലാവർക്കും കിട്ടൂല. ആ തൗഫീഖ് കിട്ടണമെങ്കിൽ താഴെ പറയുന്ന 3 ഗുണങ്ങളുള്ളവർക്കേ അതിന് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ഗുണം, ലിമൻ കാന യർജുല്ലാഹ, അവൻ അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നവനാകണം. മറ്റൊരു താല്പര്യം അവനുണ്ടായിക്കൂടാ. ഞാൻ ഈ കാര്യങ്ങൾ അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുന്നത് എനിക്ക് ഭൗതികമായ നേട്ടത്തിനല്ല. ഞാൻ എന്റെ റബ്ബിനെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ റബ്ബിനോടാണ് എനിക്ക് കടപ്പാടുള്ളത്. എന്റെ റബ്ബിനോടാണ് ആത്യന്തികമായി ഞാൻ ഭയപ്പെടേണ്ടത്. എന്റെ റബ്ബാണ് എന്റെ റിസ്ക് കണക്കാക്കുന്നത്. എന്റെ റബ്ബാണ് എന്റെ ആയുസ് കണക്കാക്കുന്നത്. ഞാൻ ഈ ഭൂമിയിൽ എത്ര തുള്ളി വെള്ളം കുടിക്കണം, ഞാൻ ഈ ഭൂമിയിൽ എത്ര നേരം വായു ശ്വസിക്കണം, ഞാൻ ഈ ഭൂമിയിൽ എത്ര സെക്കൻഡ് ജീവിക്കണം എന്ന് ഇവിടെയുള്ള ഒരു നേതാവിനും തീരുമാനിക്കാനാവില്ല. ഒരു പ്രമാണിക്കും അത് തീരുമാനിക്കാനാവില്ല. ഒരു വ്യക്തിക്കും അത് തീരുമാനിക്കാനുള്ള അധികാരമില്ല. അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്, അല്ലാഹുവാണ് വിധിക്കുന്നത്. അതേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹ്, നീ നൽകിയത് മുടക്കാൻ ഒരു ഹോജയെ കൊണ്ടും സാധ്യമല്ല. നീ തരാൻ വിചാരിച്ചത് തടുക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. നീ മുടക്കിയത് നൽകാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഒരു പവറുള്ളവന്റെ പവറും നിന്റെ അടുക്കൽ വില പോവുകയില്ലല്ലോ. അതുകൊണ്ട് അവന് പ്രയോജനമില്ലല്ലോ. ആ അടിയുറച്ച വിശ്വാസമുള്ളവന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവിതത്തിൽ നേതാവായിക്കൊണ്ട് മാതൃകയായിക്കൊണ്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവനെന്താ?
അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയായി ജീവിതത്തിൽ പകർത്താത്തൻ വേറുള്ളവർ ഞെട്ടിച്ചാൽ ഞെട്ടും, വേറുള്ളവൻ ഭീഷണിപ്പെടുത്തിയാൽ തളരും, മറ്റുള്ളവൻ പ്രലോഭനങ്ങൾ നടത്തിയാൽ അവൻ പതറും, പ്രകോപനമുണ്ടാക്കിയാൽ അവൻ പ്രകോപിതനാകും. പക്ഷേ പടച്ചവന് വേണ്ടിയാണോ? അതേ, എന്റെ റബ്ബിന് വേണ്ടിയാണ് ഞാൻ. അതുപോലെ തന്നെ വൽ യൗമൽ ആഖിർ, പരലോക നാളും അള്ളയെ പ്രതീക്ഷിക്കുന്നവന്, പരലോകത്തെ ഭയപ്പെടുന്നവന്, പരലോകത്തെ ആഗ്രഹിക്കുന്നവന് വദക്കറല്ലാഹ കസീറാ, അവൻ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്നു. അപ്പൊ പടച്ച റബ്ബിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടണം എന്ന പ്രതീക്ഷയോടെ അല്ലാഹുവിനെ ഓരോ സമയത്തും അല്ലാ നീയാണ് എന്റെ രക്ഷാധികാരി, അൻത വലി റബ്ബേ നീയാണ് എന്റെ രക്ഷാധികാരി, യാ മാലിക്കൽ മുൽക്ക്, ഓ ഏത് രാജാക്കന്മാരുടെയും രാജാവായ റബ്ബേ, തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. മുസ്ലിം അതാണ് റബ്ബിനോട് പറയുന്നത്, മാലിക്കുൽ മുൽക്കായ അല്ലാഹുവേ, അതേ നിന്റെ പ്രത്യേകത എന്താണ്? തുഅ്തിൽ മുൽക മൻ തശാ, ഇന്ന് അധികാരം നീ ഉദ്ദേശിക്കുന്നവന് കൊടുക്കുന്നു, വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു മാറ്റുന്നു, വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അന്തസ്സ് കൊടുക്കുന്നു, വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അപമാനം നൽകുന്നു. അത് ലോകത്തൊരാളും തീരുമാനിക്കുന്നതല്ല, അന്തസ്സ് നൽകുന്നതും ഇല്ലാതാക്കുന്നതും നീയാണ്, അധികാരം കൊടുക്കുന്നതും താഴെയിറക്കുന്നതും നീയാണ്. ബിയദികൽ ഖൈർ, നിന്റെ കൈ മുഖേനയാണ്, നിന്നിലാണ് എല്ലാ ഖൈറും നടക്കുന്നത്. ഈ വിശ്വാസമുള്ളവന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിപൂർണമായ മാതൃകാ നേതാവായി കൊണ്ട് അംഗീകരിച്ച് ജീവിക്കാനാവുകയുള്ളൂ. അല്ലാത്തവൻ മേലാളം വരട്ടിയാൽ മാറും. മേലാളം വരട്ടിയാൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ചവിട്ടും. മേലാളം വരട്ടിയാൽ അവിടുത്തെ ചര്യകളെ കുറ്റം പറയും. അതേ, പടച്ച റബ്ബിനെയും പരലോകത്തെയും അല്ലാഹുവിനെ ഓർക്കേണ്ടതിലൊക്കും ഓർക്കുന്നവന് ദുനിയാവ് പേടിയില്ല. അവൻ അള്ള കണക്കാക്കിയ ഒരു തുള്ളി വെള്ളം മുടക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അള്ള കണക്കാക്കിയ ഒരു ഒരു മുടക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. കാരണം അവൻ വിശ്വസിക്കുന്നത് പടച്ച റബ്ബിലാണ്. ലോകം മുഴുവൻ നിനക്കെതിരെ തിരിഞ്ഞാലും, അതേ ലോകത്തുള്ള എല്ലാ ആളുകളും കൂടി നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് ലോകത്തുള്ള എല്ലാവരും വിചാരിക്കുന്നുവെങ്കിലും അള്ള നിനക്ക് ചെയ്തു തരാൻ വിചാരിച്ച ഉപകാരമല്ലാതെ ലോകം മുഴുവനും നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാലും നിനക്ക് കിട്ടൂല. അതേ അവസരം തന്നെ അതിന്റെ മറുവശവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലോകം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞാലും, നിന്നെ ബുദ്ധിമുട്ടിക്കണം, നിന്നെ കഷ്ടപ്പെടുത്തണം, നിന്നെ പ്രയാസപ്പെടുത്തണം എന്ന് ലോകത്തുള്ളവർ മുഴുവൻ വിചാരിച്ചാലും പടച്ച റബ്ബ് വിചാരിച്ചിട്ടില്ലെങ്കിൽ നിനക്കൊന്നും സംഭവിക്കാനില്ല. ഇതാണ് അല്ലാഹുവിലുള്ള തവക്കുൽ എന്ന് പറയുന്നത്. ഈ ബോധം ശരിക്കുള്ളവന് അള്ളാഹുവിന്റെ റസൂലിനെ അവൻ മാതൃകയായി സ്വീകരിക്കുന്നു. അതാ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. എങ്ങനെയാണെങ്കിൽ ലിമൻ കാന യർജുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെയാണോ ആഗ്രഹിക്കുന്നത്, വൽ യൗമൽ ആഖിർ, പടച്ച റബ്ബേ മരണാനന്തരം ഒരു ജീവിതമുണ്ടല്ലോ, നിന്റെ കോടതിയിൽ വരണമല്ലോ, അവിടുത്തെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഈ ജീവിതത്തെ പറ്റി കണക്ക് പറയണമല്ലോ, ആ ബോധമുണ്ടെങ്കിൽ വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ഓർക്കേണ്ട സ്ഥലത്തെല്ലാം ധാരാളമായി ഓർത്തുകൊണ്ട് മനസ്സിന് ഏത് സമയത്തും ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കുന്നവന് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാവർക്കും ഇതനുസരിച്ച് ജീവിക്കാൻ കഴിയൂല. എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാനല്ലാതെ ജീവിതത്തിന്റെ അവിടേക്ക് എത്തുമ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞതിനേക്കാൾ അപ്പുറം എനിക്ക് ഇന്ന നേതാവ് പറഞ്ഞതാ വലുത്, എനിക്ക് ഇന്ന മുതലാളി പറഞ്ഞതാ വലുത്, എനിക്ക് ഇന്ന വ്യക്തി പറഞ്ഞതാ വലുത്, എനിക്ക് എന്റെ ബാപ്പ പറഞ്ഞതാ വലുത്, എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞതാ വലുത്, അല്ലെങ്കിൽ എന്റെ അയൽക്കാരൻ പറഞ്ഞതാ വലുത് എന്നിടത്തേക്ക് അവന്റെ മനസ്സ് പതറിപ്പോകും. അതേ അവസരത്തിൽ എനിക്ക് അല്ലാഹുവാണ് വലുത്, പരലോകമാണ് വലുത് എന്ന ബോധമുണ്ടെങ്കിൽ ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അവൻ അല്ലാഹുവിന്റെ റസൂലിൽ
ഉത്തമമായ മാതൃകയുണ്ട്. ഈ ഒരായത്തിന്റെ ഏറ്റവും പ്രാധാന്യപൂർവ്വം ഇത് മാനദണ്ഡമാക്കിക്കൊണ്ടാണ് എന്റെ വിഷയങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കടന്നു പോവുക. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനോട്, അള്ളാഹുവിനോടാണ് പ്രതിബദ്ധതയുള്ളത്, അവന്റെ റസൂലിനോടാണ് നമുക്ക് പ്രതിബദ്ധതയുള്ളത്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ആരഭിപ്രായം പറഞ്ഞാലും അതിനോടൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിബദ്ധതയില്ല. അള്ളാഹു പറഞ്ഞത് അവനെ അനുസരിക്കണം, ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അവന്റെ റസൂലിനെ അനുസരിക്കണം, ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അതെ, മറ്റു ലോകത്ത് ആരെക്കുറിച്ച് അനുസരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അള്ളാഹു ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ആ കണ്ടീഷൻ? ലാ ത്വാഅത ലിമഖ്ലൂഖ്. ഒരു മഖ്ലൂഖിനെയും അനുസരിച്ചു പോകാൻ പാടില്ല, ഒരു മഖ്ലൂഖിനെയും അനുസരിക്കേണ്ടതില്ല. ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവായ ഖാലിഖായ അള്ളാഹുവിനെ എതിര് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാളെയും അനുസരിക്കരുത്. അതാണല്ലോ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും, അള്ളാഹുവിനെ കഴിച്ചാൽ ഏറ്റവും നമ്മൾ അനുസരിക്കാൻ കടപ്പെട്ടവരല്ലേ അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ പറയുന്നതൊക്കെ കേൾക്കണം, അനുസരിക്കണം, അംഗീകരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എത്രത്തോളം പറഞ്ഞു? ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അവർ നിന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ നീ എന്നൊരു വാക്ക് പോലും പറയരുത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അത്രയും അവർ പറയുന്നതിനോട് നിനക്ക് കൂറുണ്ടാകണം, നീ അതിനെ പിന്തുടരണം, നീ അതിനനുസരിക്കണം എന്നാ ഖുർആൻ പറഞ്ഞു. അതേ ഖുർആൻ തന്നെ പറഞ്ഞൊരു ബാക്കിയൊരു ഭാഗമുണ്ട്. അതെ, അങ്ങനെയൊക്കെ നീ അനുസരിക്കാൻ കടപ്പെട്ട, നീ സ്നേഹിക്കാൻ കടപ്പെട്ട നിന്റെ ബാപ്പയും ഉമ്മയുമാണ്. നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തിൽ ശിർക്ക് പ്രവർത്തിക്കുവാനും നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുവാനും അവർ കൽപ്പിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കേണ്ടതില്ല, നീ അവരനുസരിച്ചു പോകരുത്. അപ്പോ പടച്ച റബ്ബിനോടും അവന്റെ റസൂലിനോടുമാണ് മുസ്ലിമിന്റെ പ്രതിബദ്ധത. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ നാം ചിന്തിക്കുക, നമ്മുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം, നമ്മുടെ ഒരു ദിവസം ഏത് രൂപത്തിലായിരിക്കണം. അതെ, നമ്മെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉണരുന്നത് മുതൽ വീണ്ടും രാത്രി ഉറങ്ങും വരെയുള്ള നമ്മുടെ ഒരു ദിവസം നാം എങ്ങനെ കഴിച്ചു കൂട്ടണം, ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണും പെണ്ണും എല്ലാവരും ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം ഒന്ന് ശ്രദ്ധ വെച്ചാൽ ഉണരുന്ന വേള തന്നെ ആലോചിക്കുക. നമ്മൾ രാവിലെ നമ്മുടെ ഒരു ദിവസം ഒരു ഡേറ്റ് തുടങ്ങുക, ആ തുടങ്ങുന്ന വേള തന്നെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പാഠങ്ങളാണ് ആ ഒരു ഉണർച്ച തന്നെ. രാവിലത്തെ പ്രഭാതത്തിലുള്ള നമ്മുടെ ആ ഉണർച്ച തന്നെയും എന്തെല്ലാം പാഠങ്ങളാണ് നമ്മിലേക്ക് തരുന്നത്. പക്ഷേ നാം അല്പം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം എന്നർത്ഥം. വെറുതെ അങ്ങ് രാവിലെ എഴുന്നേറ്റാൽ പോരാ. എന്തായിരുന്നു ഉണരും മുമ്പ് നമ്മുടെ സ്ഥിതി? ഉണരുന്നതിന്റെ മുമ്പുള്ള നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? നമ്മുടെ ബെഡിൽ, നമ്മുടെ കട്ടിലിൽ കിടക്കുന്ന ഒരു ശരീരം, മയ്യത്ത് പോലെ നമ്മുടെ കട്ടിലിൽ കിടക്കുന്ന ഒരു ശരീരമായിരുന്നു നമ്മൾ. നമുക്കൊന്നും അറിയില്ല, പരിസരത്ത് എന്ത് നടക്കുന്നു നാം അറിഞ്ഞില്ല. പരിസരത്ത് പല ശബ്ദങ്ങളും നടന്നു, നാം കേട്ടില്ല. നമുക്ക് ശ്വാസമുണ്ടായിരുന്നു എന്ന് മാത്രം. ശ്വാസം ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയോ പേര് അങ്ങനെ തന്നെ ആ കിടപ്പിൽ അന്ത്യശ്വാസം വലിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അത് നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖദാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. സൂറത്തു സുമർ 42-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു, അല്ലാഹു യതവഫൽ അൻഫുസ്, അല്ലാഹു ആത്മാക്കളെ പരിപൂർണമായും പിടിച്ചെടുക്കുന്നു. അല്ലാഹു മരണപ്പെടുത്തുന്നു, ആത്മാക്കളെ അങ്ങോട്ട് പിടിച്ചെടുക്കും പൂർണ്ണമായിട്ട്. എപ്പോ? ഹീന മൗതിഹാ, മരണത്തിന്റെ നേരത്ത്, എന്റെയും നിങ്ങളുടെയും മരണത്തിന്റെ നേരത്ത് നമ്മുടെ ബോഡിയിലുള്ള റൂഹ് എന്ന് പറയുന്ന പ്രതിഭാസത്തെ അല്ലാഹു പരിപൂർണമായും അങ്ങ് ഊരിയെടുക്കുകയാണ്, പിടിച്ചെടുക്കുന്നു. അതേ അവസരത്തിൽ ഒരു സെമി പിടുത്തം പിടിക്കുന്നുണ്ട്, ഒരു പകുതി പിടുത്തം, പൂർണ്ണ പിടുത്തല്ല. അതെപ്പോഴാ? വല്ലതീലം തമുത് ഫീ മനാമിഹാ, അതേ മരിച്ചിട്ടില്ലാത്ത, മരണം വിധിച്ചിട്ടില്ലാത്ത ആത്മാവിനെ ഉറക്കത്തിലും അല്ലാഹു പിടിക്കുന്നുണ്ട്.
രണ്ട് നേരത്ത് അല്ലാഹ് ആത്മാക്കളെ പിടിക്കുന്നുണ്ട്. ഒന്ന് മരണത്തിന്റെ നേരത്തൊരു പിടുത്തം പിടിക്കുന്നുണ്ട് ആത്മാവിനെ, ഉറങ്ങുന്ന നേരത്തും ആത്മാവിനെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഫയുംസികുല്ലതി ഖദാ അലൈഹൽ മൗത്ത്, അതേ ആ പിടിച്ചെടുത്ത ആത്മാവിന് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പിന്നെ ഉണരൂല, അവന്റെ അവസാനത്തെ ഉറക്കം തന്നെ. അതേ അവസരത്തിൽ വയുർസിലുൽ ഉഖ്റാ, മരണം വിധിച്ചിട്ടില്ലാത്ത ആത്മാവാണെങ്കിലോ ആ ആത്മാവിനെ അതാ അവൻ തിരിച്ചു പറഞ്ഞേക്കുന്നു. ഇലാ അജലിൻ മുസമ്മാ, ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമുണ്ട്. ലിഖൗമി യതഫക്കറൂൻ, നന്നായി ചിന്ത ഉപയോഗപ്പെടുത്തുന്ന ജനങ്ങൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഉറക്കത്തിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ വല്ലതും ചിന്തിക്കാറുണ്ടോ? ഉറക്കം വന്നാ ഉറങ്ങണ്, തൂങ്ങി ഉറക്കം വന്നാ തൂങ്ങി ഉറങ്ങണ്, മയക്കം വന്നാ മയങ്ങണ്, ഉണരുമ്പോ ഉണരണ്, എന്തേ സംഭവിച്ച് അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ച് അല്ലാഹ് പറയണം ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താ അത്? ഉണർന്നു കഴിഞ്ഞാൽ പുതിയൊരു ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പിന്നെ അതുവരെ ശബ്ദം കേൾക്കാത്ത നമ്മൾ ശബ്ദം കേൾക്കുകയാണ്. പിന്നെ നമ്മൾ ശബ്ദം കേൾക്കുന്നുണ്ട്, അപ്പുറത്തും ഇപ്പുറത്ത് വർത്താനം പറയണമൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ കൈകാലുകൾ ചലിക്കുന്നുണ്ട്, നമ്മളെ കണ്ണ് തുറക്കുകയാണ്, കാലുകളൊക്കെ ചലിക്കുന്നു, ഊരി നിവർന്ന് നമ്മൾ എഴുന്നേറ്റ് ആ അവസരത്തിൽ നമുക്കൊരു നവോന്മേഷത്തിൽ നമ്മൾ എഴുന്നേൽക്കുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കണം, ആരാണ് ഇതൊക്കെ മടക്കി തന്നത്? ഇതൊക്കെ എവിടെയാ പോയത്? ഇതൊക്കെ പോയിട്ട് എപ്പോഴാണ് തിരിച്ചു കിട്ടിയത്? ആരാ ഇതൊക്കെ മടക്കി തന്നത്? ആ അനുഗ്രഹങ്ങൾ മടക്കി തന്നവൻ ആരാ? അതേ അൽഹംദുലില്ലാഹ്. അതാണ് രാവിലെ തന്നെ ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങുന്നത് ദിക്റിലൂടെയാണ്. ഉണർച്ച എന്ന് പറയുന്ന നിഅമത്ത് തന്നതിൽ അത് തന്ന റബ്ബിനോട് കൂറ് രേഖപ്പെടുത്തിക്കൊണ്ട് ആ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുസ്ലിം എഴുന്നേൽക്കേണ്ടത്. ആ പ്രഖ്യാപനമാണ് നാം ഒക്കെ പറയുന്നുണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ മനസ്സറിഞ്ഞു പറയേണ്ട വാചകമാണ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിന് തന്നെ. എന്തേ ഞാനിപ്പോ ഈ രാവിലെ തന്നെ അവനെ സ്തുതിക്കാൻ കാരണം? അല്ലദീ അഹ്യാനാ, അവനാണ് ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നത്. ബഅദമാ അമാതനാ, ഞങ്ങളെ അവൻ മരിപ്പിച്ച് കിടത്തിയതിന്റെ ശേഷം. അപ്പൊ ഏതായി മരണം? ഉറക്കിനെ പറ്റി ഉണരുമ്പോ എന്താ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഞാൻ മരിച്ചിരുന്നു, ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകിയ, ഹയാത്ത് നൽകിയ അല്ലാഹുവിനത്രേ സർവസ്തുതിയും. അതും പറഞ്ഞുകൊണ്ട് തീർന്നില്ല. വഇലൈഹിൻ നുശൂർ, അവങ്കലേക്ക് തന്നെയാണ് മടങ്ങിച്ചെല്ലേണ്ടത്. അപ്പൊ രാവിലെ തന്നെ എന്തൊക്കെ ഓർത്തു? നമ്മളിനി ഇത് പറയുന്ന ആൾക്കാർ തന്നെ വളരെ വിരളം. ഒന്നും പറയാതെ എഴുന്നേറ്റ് പോവും ബാത്റൂമിലേക്ക്. ഇനി പറയുന്നുണ്ടെങ്കിൽ തന്നെ അർത്ഥമൊന്നും ചിന്തിക്കാതെ പറയുന്നവർ. എന്നാൽ അങ്ങനെ പോരാ. അതേ ഒരു മരണത്തിന്റെ ശേഷം ഞങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകി ഞങ്ങൾ എഴുന്നേറ്റു. ഇനി ഇതുപോലെ ഞങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. വഇലൈഹിൻ നുശൂർ, ഇപ്പൊ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഞങ്ങൾ ദുന്യാവിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾ ഖബറിൽ ഒരു കിടത്തം കിടന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ, ഒരു വിളിയാളം കേൾക്കുമ്പോൾ, സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ ഫഇദാ ഹും ഖിയാമുൻ യൻളുറൂൻ വഅശ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ. അതേ ഖുർആൻ പറയുന്നു. എന്താ ഖുർആൻ പറയുന്നത്? രണ്ടാമത്തെ ഊത്ത് കേൾക്കുമ്പോൾ, ഒന്നാമത്തെ ഊത്തിൽ ആകാശഭൂമികളിലുള്ള മുഴുവൻ ഇവിടെ നിലംപതിക്കും, എല്ലാം നശിക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവയല്ലാത്തതൊക്കെ നശിക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവരല്ലാത്തതൊക്കെ ഇവിടെ മരിക്കും. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, പിന്നതാ മറ്റേ ഒരു ഊത്തൂതപ്പെടുമ്പോൾ ഫഇദാ ഹും ഖിയാമുൻ യൻളുറൂൻ, എല്ലാവരും അതാ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നോക്കിക്കൊണ്ടതാ എഴുന്നേൽക്കുന്നു. അതാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും ഇലാ നുസ്ബിൻ യുഫിളൂൻ ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാ ദാലികൽ യൗമുൽ ലദീ കാനൂ യുഅദൂൻ. യൗമ യഖ്റുജൂന, അവർ പുറത്തു വരുന്ന ദിവസം, മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന്.
സിറാഅൻ വളരെ സ്പീഡിൽ, കഅന്നഹും അവരായതുപോലെ, ഇലാ നുസുബിൻ എവിടെയോ നാട്ടിവെച്ച ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് യൂഫിദൂന അവർ കുതിച്ചു പായുകയാണ്. ആ പാച്ചിലിന്റെ അവസരത്തിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്കുള്ള അവരുടെ കുതിച്ചോട്ടത്തെ എങ്ങനെയുള്ള ഓട്ടമായിട്ടാണ് ഖുർആൻ പറയുന്നത്? സമാധാനത്തിന്റെ ഓട്ടമല്ല. ഖാശിഅതൻ അബ്സാറുഹും അവരുടെ കണ്ണുകളൊക്കെ പേടിച്ചരണ്ടിരിക്കുന്നു. തർഹഖുഹും ദില്ല അവരുടെ മുഖത്തും ശരീരത്തിലുമാകെ നിന്യതയും എല്ലാം ആവരണം ചെയ്തിരിക്കുകയും പേടിച്ചു വിറച്ചുകൊണ്ടുള്ള പോക്കാണ്. ദാലിക്കൽ യൗം അതാണ് ദിവസം, അതാണ് ദിവസം. അല്ലദീ കാനൂ യുഅദൂൻ വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹ്ശറിലേക്കുള്ള നെട്ടോട്ടമാണത് എന്ന് ഖുർആൻ പറയുന്നു. ഈ ഓട്ടത്തെ, ഈ എഴുന്നേൽപ്പിനെ, ഈ പോക്കിനെ നമ്മുടെ രാവിലത്തെ എഴുന്നേൽപ്പിലൂടെ തന്നെ അള്ളാഹ് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ഖബറിൽ നിന്നുള്ള എഴുന്നേൽപ്പും മഹ്ശറിലേക്കുള്ള കുതിച്ചു പായലും നമ്മെ കൊണ്ട് അള്ളാഹ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് വരെ എൻ്റെ സഹോദര സഹോദരി, ഞാനോ നിങ്ങളോ ഇതോർത്തോ? സ്വന്തത്തോട് ചോദിക്കേ. ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്നപ്പോ ഞാൻ എൻ്റെ ഖബറിൽ നിന്നുള്ള എഴുന്നേൽപ്പ് ഓർത്തോ? മഹ്ശറിലേക്കുള്ള പോക്ക് ഓർത്തോ? ഓർത്തില്ല. എന്തേ ഓർക്കാനല്ല അവിടെ വാചകം വെച്ചിട്ടില്ലേ? ഉണ്ട്. അതെന്താ വാചകം? ഖബറിൽ നിന്നുള്ള എഴുന്നേൽപ്പിനെ ഓർമ്മിപ്പിക്കുന്ന വാചകം ഏതാ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾക്ക് ജീവൻ നൽകിയവന് സർവസ്തുതിയും. അതെപ്പോഴാ? ഖബറിന് നമ്മളെ മരിപ്പിച്ച് ഖബറിന് നമ്മളെ എഴുന്നേൽപ്പിക്കുക. ഇനിയോ എങ്ങോട്ടാ പോകേണ്ടത്? ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ടതാവ ഇലൈഹിൻ നുശൂർ അവന്റെ അടുക്കലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അപ്പൊ രാവിലത്തെ എഴുന്നേൽപ്പ് തന്നെയും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് വിചാരണ നേരിടാനുള്ള നെട്ടോട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങണം എന്നാ ഞാൻ പറയുന്നത്. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തുടങ്ങണം ഒരു ദിവസം. എങ്ങനെ? ഖബറിൽ നിന്നുള്ള എഴുന്നേൽപ്പ് ഓർത്ത്, മഹ്ശറിലേക്കുള്ള നെട്ടോട്ടം ഓർത്ത്, വിചാരണ കോടതിയിലേക്കുള്ള യാത്രയെ ഓർത്തുകൊണ്ട് രാവിലെ ഉണരണം എന്ന്. അതെന്തിനാ? നമ്മുടെ ഒരു ദിവസത്തിന്റെ തുടക്കാണത്. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം തുടങ്ങണവിടെ. ആ സമയത്ത് തന്നെ എന്തിനാ ഖബറും മഹ്ശറയൊക്കെ ഓർമ്മിപ്പിച്ചത്? എടോ, നീ ഇവിടെ ഈ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നീ പുറത്തേക്ക് ഇറങ്ങണം. നിന്റെ നിത്യജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ ഇല്ലായ്മകൾക്ക് വേണ്ടി കുടുംബത്തെ നോക്കാൻ, കൂട്ടുകാരെ നോക്കാൻ, ഉമ്മയെ നോക്കാൻ, വാപ്പയെ നോക്കാൻ, കുടുംബത്തെ പോറ്റാൻ, നിന്നെ പോറ്റാൻ, വീട് വെക്കാൻ, മക്കളെ വിവാഹം ചെയ്തയക്കാൻ, വിദ്യാഭ്യാസം നടത്താൻ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നീ ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴൊക്കെ ഓർത്തോളണം രാവിലെ പറഞ്ഞ കരാറ്. അതെന്താ? മരിച്ചു പോകണം, ഖബറിൽ കിടക്കണം, ഖബറിൽ നിന്ന് എഴുന്നേൽക്കണം, വിചാരണയുടെ കോടതിയിലേക്ക് പോകണം, അവിടെ പോയി ഈ ജീവിതത്തെക്കുറിച്ചൊക്കെ കണക്ക് പറയണം. ആ ബോധത്തോടെ വേണം നീ തൊഴിൽ ചെയ്യാൻ, ആ ബോധത്തോടെ വേണം നീ പണം നേടാൻ, ആ ബോധത്തോടെ വേണം നിന്റെ പണം ചെലവഴിക്കാൻ, ആ ബോധത്തോടെ വേണം നിന്റെ കണ്ണുകൾ പലയിടത്തേക്കും അയക്കാൻ, ആ ബോധത്തോടെ വേണം നിന്റെ കാതുകളിൽ നീ എന്ത് കേൾക്കണം എന്ന് തീരുമാനിക്കാൻ, ആ ബോധത്തോടെ വേണം നിന്റെ നാവ് ചലിപ്പിക്കാൻ, ആ ബോധത്തോടെ വേണം നിന്റെ കൈകാലുകൾ അടങ്ങുന്ന നിന്റെ ശരീരത്തെ മുഴുവനും നീ നിയന്ത്രിക്കാൻ. രാവിലത്തെ എഴുന്നേൽപ്പ് പോലും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം സൃഷ്ടിക്കുന്ന നിലക്കായിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാം ഓരോ അവസരത്തിലും നിശ്ചയിച്ച ദിക്റുകളും ദുആകളും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. വെറുതെ അല്ലല്ലോ. അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് ഓരോ ടൈമിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും ഒക്കെ ഓരോ അവസരത്തിലും വളരെ ഫിറ്റായ നിലക്കാണ് അള്ളാഹു തആല അത് ക്രോഡീകരിച്ചിട്ടുള്ളത്. നമ്മെ നിയന്ത്രിക്കാനാകണം നമ്മുടെ ദിക്റുകൾക്ക്. നമ്മൾ ഉരുവിടുന്ന നമ്മുടെ ദിക്റുകൾക്ക് നമ്മെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പേര് കേവലം അധര വ്യായാമം എന്നാണ്. അധരം എന്ന് പറഞ്ഞാൽ ചുണ്ടാണ്, ചുണ്ടിനൊരു വ്യായാമം. അങ്ങനെ എന്തൊക്കെ നമ്മളോടും പറഞ്ഞു, മനസ്സിൽ സ്വാധീനിച്ചില്ല. ഇങ്ങനെ ആയിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നാളെ മുതൽ ഇതുവരെ നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂറൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പോരാ. നാളെ മുതൽ അത് പറയുമ്പോൾ നമ്മുടെ ഖബറിൽ നിന്നുള്ള എഴുന്നേൽപ്പ് മനസ്സിൽ വരട്ടെ. വിചാരണ കോടതിയിലേക്ക് ഇലൈഹിൻ നുശൂർ എന്നത് അർത്ഥമറിഞ്ഞുകൊണ്ട് പറയുക. എന്തിന്? ഇതാ എന്റെ ഇന്നത്തെ ദിവസം ആരംഭിച്ചു. ഇന്ന് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഖബറിൽ കിടക്കണം എന്ന ചിന്തയോടെ ആയിരിക്കണം.
മരിച്ചു പോണല്ലോ അല്ലാ. എല്ലാവരും എന്താ പറയാ സാധാരണ? എന്താപ്പ ചെയ്യാ, ജീവിച്ചു പോണ്ടേ എന്നല്ല ഓർക്കേണ്ടത്, മരിച്ചു പോണ്ടേ എന്നാണ്. മരിച്ചു പോണ്ടേ, അതെ, ഖബറിൽ കിടക്കണ്ടേ, അവിടുന്ന് എഴുന്നേൽക്കണ്ടേ, അള്ളാന്റെ കോടതിയിൽ എത്തണ്ടേ. വഇലൈഹിൻ നുശൂർ, അവങ്കിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അതെ, ഈ അനുഗ്രഹങ്ങൾ ചെയ്ത റബ്ബ്, നമുക്ക് ജീവൻ നൽകിയ റബ്ബ്, കണ്ണു തുറക്കാൻ ഭാഗ്യം നൽകിയ റബ്ബ്, എത്രയോ ആളുകൾ അങ്ങനെ രാവിലെ എഴുന്നേൽക്കാൻ അവർക്ക് സാധിക്കാതെ, അവരെ വിളിച്ചുണർത്താൻ ചെന്നവർക്ക് കട്ടിലടക്കം കുലുങ്ങുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്താണ്? അയാൾ മരിച്ചിരിക്കുന്നു, ആ ഉറക്കിൽ അയാൾ മരിച്ചിരിക്കുന്നു. എത്രയോ ആളുകളുണ്ട്, പത്രങ്ങളിൽ നമ്മൾ ദിനേന വായിക്കുന്നു, റൂമിൽ സഹപ്രവർത്തകരായ ആളുകൾ ഭക്ഷണം കഴിച്ചു ഒന്നിച്ചുറങ്ങാൻ കിടന്നവരാണ്. ആ സുഹൃത്ത് പിന്നെ രാവിലെ എഴുന്നേറ്റില്ല. വിളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി അത് മരവിച്ചിരിക്കുന്നു. ആകെ ബോഡിയടക്കം കുലുങ്ങുകയാണ്, ബെഡിൽ കിടന്നുകൊണ്ട്, ചലനമില്ല. അള്ളാഹു ആ റൂഹിനെ പരിപൂർണമായി ഏറ്റെടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതം. ഇത് രാവിലെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ തിരിച്ചു തന്ന റബ്ബിനോട് ശുക്ർ പറയണം. നിന്റെ കണ്ണ്, നിന്റെ കാത്, നിന്റെ ബുദ്ധി എല്ലാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ്-സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അതേ, നിനക്കറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോകണ്ട, ഊഹങ്ങളുടെ പിന്നാലെ നീ പോകണ്ട, നല്ല ഇൽമോട് സംസാരിച്ചോളണം. അറിയാത്തത് പറയണ്ട, അറിയാത്തതിന്റെ പിന്നാലെ പോകണ്ട. കാരണം ഇന്നസ്-സമഅ വൽ ബസറ വൽ ഫുആദ, കണ്ണും കാതും ഖൽബുമൊക്കെയും അല്ലാഹു തന്നതാണെന്ന ബോധം വേണം. നിനക്കിഷ്ടമുള്ളതുപോലെ അങ്ങ് പറയാനും കേൾക്കാനും കാണാനും ചിന്തിക്കാനും ഉള്ളതല്ല ഖൽബ്. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇവയെക്കുറിച്ചൊക്കെ കൃത്യമായി ചോദിക്കപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവയിൽ വിനിയോഗിക്കാൻ പാടില്ല. എത്രത്തോളം നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നന്മയിലേക്ക് ഉപയോഗപ്പെടുത്തിയോ വളരും കൂടുതൽ, തിന്മയിലേക്ക് ഉപയോഗപ്പെടുത്തിയോ തളരും. അല്ലാഹു പറഞ്ഞതാണ് വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു യഥാ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതെന്തുമാവട്ടെ, ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ അല്ലാഹുക്ക് കൂടുതൽ ശുക്ർ ചെയ്യാനാണ് വിനിയോഗിക്കുന്നതെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്കുള്ള അതേ അനുഗ്രഹങ്ങൾ നാം വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. വലയിൻ കഫർത്തും, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ ഇന്ന അദാബീ ലശദീദ്, നിശ്ചയമായും എന്റെ ശിക്ഷ വളരെ കഠിനം തന്നെ. ഇത് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്കിന്ന് പരിചയമുള്ള ഈ പ്രാർത്ഥനയ്ക്ക് അപ്പുറവും അവിടുന്ന് ചിലത് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നമ്മളെല്ലാവരും പഠിച്ചു പറയേണ്ടുന്ന ഒരു ദിക്ർ കൂടിയാണത്. രാവിലെ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ദിക്ർ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി ഫീ ജസദി. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അവൻ എങ്ങനത്തെ റബ്ബാണ്. ആഫാനി ഫീ ജസദി, എന്റെ ശരീരത്തിന് അവൻ ആരോഗ്യം നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. എന്റെ ജസദിന് ആഫിയത്ത് നൽകിയ അല്ലാഹുവിന് സർവസ്തുതിയും. വറദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹ് അവിടെ പിടിച്ചു വെക്കാതെ എനിക്ക് വീണ്ടും ദുനിയാവിലേക്ക് ജീവിക്കാൻ ഉതകുമാറ് എന്റെ റൂഹിനെ മടക്കി തന്നവനാകുന്നു സർവസ്തുതിയും. വഅദിന ലീ ബിദിക്രിഹി, അവനെ ഓർക്കാൻ എനിക്കതാ പ്രത്യേകമായി അവൻ കഴിവും നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള നാഥനാകുന്നു സർവസ്തുതികളും. ഇത് നമ്മൾ രാവിലെ പറയാണ്.
അങ്ങനെ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ശൈത്താൻ്റെ ഒരു കുടുക്കുന്നപ്പം നമ്മൾ എഴുന്നേൽക്കുന്നത്. നമ്മൾ ഓർക്കണം, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർക്കണം, ശൈത്താൻ ഇട്ട കുറച്ച് കുടുക്കുകളുണ്ട് നമ്മുടെ ബോഡിയിൽ. അതിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാവർക്കും ബാധകമാണ്. അതേ അവിടുന്ന് പറയുന്നു, യഖ്ദിു ശൈത്താനു അലാ ഖാഫിയതി റഅസി അഹദികും ഇദാ ഹുവ നാമാ സലാസ ഉഖദിൻ യദ്രിബു കുല്ല ഉഖദത്തിൻ അലൈക ലൈലുൻ തവീൽ ഫർഖുദ് ഫഇൻ ഇസ്തൈഖദ ഫദക്കറല്ലാഹ ഇൻ ഹല്ലത ഉഖദ ഫഇൻ തവല്ല ഇൻ ഹല്ലത ഉഖദ ഫഇൻ സല്ല ഇൻ ഹല്ലത ഉഖദ فأصبح نشيطا طيب النفس وإلا أصبح خبيث النفس كسلان. رواه البخاري رحمه الله. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖ്ദിു ശൈത്താൻ, ശൈത്താൻ കെട്ടുകളിടുന്നു, ശൈത്താൻ ബന്ധിക്കുന്നു, ശൈത്താൻ കെട്ടിടുന്നുണ്ട്. അഖദ, അഖദ എന്ന് പറഞ്ഞാൽ കെട്ടിട്ടു, കുടുക്കിട്ടു. ശൈത്താൻ കെട്ടിടുന്നുണ്ട്. അലാ ഖാഫിയതി റഅസി അഹദികും, നിങ്ങളിൽ ഒരാളുടെ തലയുടെ പിരടിയിൽ ശൈത്താൻ കെട്ടിടുന്നുണ്ട്. ഇദാ ഹുവ നാമ, ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടന്നാൽ ശൈത്താൻ എത്ര കെട്ടിടുന്നുണ്ട്? സലാസ ഉഖദിൻ, 3 കെട്ട്. തപ്പിയോക്കിയ കാണോ എവിടെ പാക്കെട്ട്? അതൊക്കെ അന്ധവിശ്വാസ. ശൈത്താൻ കെട്ടിട് ഇവിടെ വന്നിട്ട് എന്റെ ബെഡിൽ കെട്ടിടല പണി. ബുഖാരിയിലോ തോട്ടിൽ കിടടോ ആ ബുഖാരി. വിഡ്ഢി, അതൊന്നും പറയണ്ട. അഹങ്കാരി, അതൊന്നും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത് അവിടുന്ന് പറയുന്നത്, ഈ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നിന്റെ പിരടിയിൽ, നിന്റെ കഴുത്തിന്റെ പിന്നിലായിക്കൊണ്ട് ശൈത്താൻ 3 ബന്ധനങ്ങൾ ബന്ധിക്കുന്നുണ്ട്, 3 കെട്ടിടുന്നുണ്ട്. കാണാത്തൊന്നും വിശ്വസിക്കാൻ എന്നെ കിട്ടൂല. അന്നെ കിട്ടൂലെങ്കിൽ എനിക്ക് നരകത്തിൽ കാണാൻ പോകാം. ഇസ്ലാമിന്റെ പ്രവാചകൻ പറയാണ്, ഇങ്ങനെ കെട്ടിടുന്നുണ്ട്. കെട്ടിട്ടിട്ട് യദ്രിബു കുല്ല ഉഖദത്തിൻ, അതേ ഓരോ കെട്ടിന്മേലും അവൻ അടിക്കുന്നുണ്ട്. കെട്ടൊന്ന് മുറുക്കും അവൻ. എന്ത് പറഞ്ഞിട്ടാ മുറുക്കുന്നത്? അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, നീണ്ട രാത്രി നിന്റെ മുമ്പിലുണ്ടടോ, സുഖമായി ഉറങ്ങിക്കോ, സുഖമായി ഉറങ്ങിക്കോ. നല്ല നൈറ്റ് നിന്റെ മുമ്പിലുണ്ട്, നീളമുള്ള രാത്രിയാ, ഉറങ്ങിക്കോ. കെട്ടിടും. ഇനി എന്താ ഈ കെട്ടുന്ന രക്ഷപ്പെടാനുള്ള വഴി? ചുവരിലെടുത്ത് അടിക്കല? വേറെന്തെങ്കിലും പരിപാടിയാ? ഹോമം പോകക്കല? എന്തെങ്കിലും കത്തിച്ച് കെട്ടിത്തൂക്കല? അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കെട്ടിത്തൂക്കല? എന്തെങ്കിലും കലക്കി കുടിക്കല? അതൊന്നുമല്ല, അതൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അതേ ഈ കെട്ടുകൾ ഇനി അഴിയണം. ശൈത്താനിട്ട കെട്ടുകൾ അഴിയുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ കെട്ടഴിയുന്നത് എങ്ങനെയെന്ന് കേട്ടോ? അങ്ങനെ ശൈത്താൻ ബന്ധിച്ച് കെട്ടിമുറുക്കിയ ഈ 3 കെട്ടുകളും, നീ ഉറങ്ങുമ്പോൾ ഇട്ട 3 കെട്ടുകളും, ഫഇനിസ്തൈഖള ഫദക്കറല്ലാഹ്, മനുഷ്യൻ ഉണരുകയും അല്ലാഹനെ ഓർക്കുകയും ദിക്ർ ചൊല്ലുകയും ചെയ്താൽ ഇൻഹല്ലത ഉഖദ, 1-ാം കെട്ടഴിഞ്ഞു. എന്നിട്ട് ആദ്യത്തെ കെട്ട് പൊട്ടി. എന്തേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. അതല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദീ വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി. ഇങ്ങനെ ഉണരുന്ന നേരത്ത് നമുക്ക് പറയാൻ എമ്പാടും ദിക്ർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതങ്ങ് പറയുന്നതോടുകൂടി ശൈത്താൻ, നമ്മുടെ വർഗശത്രുവായ പിശാചിട്ട 1-ാമത്തെ കെട്ട് പൊട്ടിപ്പോയി. 2 ബാക്കിയാ, അതഴിയണ്ടേ. അങ്ങനെ എഴുന്നേറ്റു, ദിക്ർ ചൊല്ലി എഴുന്നേറ്റു. ഇനി അദാ ഫഇൻ തവല്ല ഇൻ ഹല്ലത ഉഖദ, അവൻ എഴുന്നേറ്റ് പോയിട്ട് അവൻ വുളൂ ചെയ്താൽ
സമ്പൂർണമായതാ അംഗശുദ്ധി വരുത്തി കഴിഞ്ഞാൽ ഇൻഹല്ലത ഉഖ്ദാ, രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു. ഫഇൻ സല്ലാ, നമസ്കരിക്കുക കൂടി ചെയ്താലോ ഇൻഹല്ലത ഉഖ്ദാ, മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞുപോയി. അങ്ങനെ കെട്ടുകളൊക്കെ അഴിഞ്ഞുപോയാൽ, ശൈത്താനിട്ട കുതന്ത്രത്തിന്റെ കെട്ടുകളൊക്കെയും അഴിഞ്ഞുപോയാൽ ഫഅസ്ബഹ നശീതാ, ആ മനുഷ്യനതാ ഉന്മേഷവാനായി കൊണ്ട് സുബഹിക്ക് എഴുന്നേൽക്കുന്നു. അവൻ പ്രഭാതത്തിലതാ വളരെ ഉന്മേഷവാനായി കാണുന്നു. ത്വയ്യിബൻ നഫ്സി, അവന്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്, അവന്റെ മനസ്സ് വളരെ ക്ലിയറാണ്. അതേ അവസരത്തിൽ അതില്ലെങ്കിലോ എഴുന്നേറ്റു, നേരെ ഒരുപാടായോ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റു, ദിക്റൊന്നുമില്ല. പിന്നെന്താ അടുത്ത കാര്യം? എവിടെ ബെഡ് കോഫി, എവിടെ കട്ടൻ ചായ? വേഗം അയിമൽക്കാ പോകുന്നത്. വേറെ ഒന്നുമില്ല, ദിക്റുമില്ല, ദുആയില്ല, ഉളുവില്ല, നിസ്കാരമല്ല, ഒന്നുമില്ല. ഡ്യൂട്ടി സമയമല്ല, ബസ് പോയോ, ബസ് വന്നോ, ദുന്യാവിന്റെ കാര്യങ്ങൾ മാത്ര. അത് നിസ്കാരവും ഒന്നുമില്ലേ? ഇല്ല. അങ്ങനെയാണ് അവന്റെ തീരുമാനമെങ്കിൽ അസ്ബഹ ഖബീസൻ നഫ്സി കസലാൻ, അന്നത്തെ ദിവസം ആ മനുഷ്യനതാ വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണ്. കസലാൻ, ദിവസം മുഴുവനും അവൻ ഉദാസീനനാണ്, ആലസ്യത്തിലാണ്, മടിയിലാണ്. അവൻ അന്നത്തെ ദിവസം മുഴുവൻ മൂഡ് ഓഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്തേ കാരണം? അതെ, ശൈത്താന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്ന വഴിയാണ് ദിക്ർ, വുളൂ, നിസ്കാരം. മനസ്സിനെന്ന് വലിയ ആശ്വാസമായി. അതൊന്നും ഇല്ലാതെയാണെങ്കിലോ ഉറങ്ങന്നെ. കാരണം ശൈത്താനിട്ട് കെട്ടുകനെ മുറുക്കന്നെയാണ്. അലൈക ലൈലുൻ തവീൽ, പരിപൂർണമായ നിലക്ക് രാത്രി നിന്റെ മുമ്പിലിട്ട് ഉറങ്ങിക്കോ. ഫജറിന്റെ ബാങ്ക് കേൾക്കുമ്പോഴും പറയും ഇനിയുണ്ട് ടൈം, ഒന്നും കൂടി ഉറങ്ങിക്കോ. മുടിപ്പതച്ച് വീണ്ടും കിടന്നുറങ്ങണം. ഫജറായാലും എഴുന്നേൽക്കൂല, നിസ്കാരമില്ല, ദിക്റില്ല, ദുആയില്ല, വുളൂഇല്ല, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധമില്ല, അവൻ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തയില്ല. പടച്ച റബ്ബ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള റൂമിൽ സുഖസുഷുപ്തിയിൽ ആണ്ട് കടന്നുകൊണ്ട് അല്ലാഹുവിനെ മറക്കുന്നവൻ ഖബീസുൻ നഫ്സ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സ് വളരെ ദുഷിച്ചതാണ്, വൃത്തികെട്ട മനസ്സായിരിക്കും. അവിടെ ശൈത്താൻ കൂടുകൂട്ടാൻ എളുപ്പമാണ്. കെസിലാൻ, അവൻ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ ആലസ്യത്തിലും ഉദാസീനതയിലും മടിയിലുമാണ്. മറ്റവനോ മുഅ്മിനാണെങ്കിലോ അസ്ബഹ നശീതാ തയ്യിബൻ നഫ്സ്, അവന്റെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം, അവന് വല്ലാത്തൊരു സുഖം, മനസ്സിനൊരു കുളിര്, മനസ്സിനൊരു വല്ലാത്ത ഉന്മേഷം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പറഞ്ഞു. ഇതിലേതിൽ ഉൾപ്പെടണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്കിതിലേതിലാ ഉൾപ്പെടേണ്ടത്? രാവിലെ നല്ല നവോന്മേഷത്തിൽ എഴുന്നേറ്റ് ജീവിതം തുടങ്ങണോ? ഒരു മുസ്ലിമിന്റെ ഒരു ദിവസം വളരെ ഉന്മേഷത്തോടെ തുടങ്ങണോ? അതോ മടിയനും കുഴിമടിയനുമായിക്കൊണ്ട് വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായിക്കൊണ്ട് നീങ്ങണോ? നമ്മളാണ് ആലോചിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ്, അവിടുന്ന് രാത്രിയിൽ എഴുന്നേറ്റ് എല്ലാവരും ശ്രദ്ധിച്ചോളി, ഉണരാൻ ഭാഗ്യം കിട്ടിയാൽ എപ്പോഴാവട്ടെ നിങ്ങൾ ഉണരുമ്പോൾ, ഇനി ഉതുടുക്കാൻ പോകണമെന്നൊന്നുമില്ല, എപ്പോഴാകട്ടെ ഉണരാൻ ഭാഗ്യം കിട്ടും. ഒന്നിങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് പെട്ടെന്നൊന്നും ഉണർന്ന് നമ്മൾ വീണ്ടും ഉറങ്ങണമെന്ന് വിചാരിച്ചോ? മൻ തആറ മിനൽ ലൈൽ ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ثم قال اللهم اغفر لي أو دعا استجيب له فإن تولى وصلى قبلت صلاته رواه البخاري رحمه الله. ആരെങ്കിലും രാത്രിയിൽ ഉണർന്നാൽ നിങ്ങളെ ഫജറിനുള്ള ഉണരലായിക്കൊള്ളണമെന്നില്ല. ഉറങ്ങാൻ കിടന്നു 2 മണിയായപ്പോൾ പെട്ടെന്ന് നിങ്ങളൊന്ന് ഞെട്ടി ഉണർന്നു. ടൈം എത്രയായി നമുക്ക് വാച്ചിൽ നോക്കുമ്പോൾ 2 മണിയാണ്. അപ്പം നിങ്ങൾ എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ കിടന്ന കിടപ്പിൽ തന്നെ നിങ്ങൾ പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്, എങ്ങനെയും തുടങ്ങാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലീ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ. ഔ ദഅ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ അല്ലാഹുവോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ചോദിക്ക്. ഉസ്തുജീബ ലഹു, അവന് ഉത്തരം നൽകപ്പെടും. ഉത്തരം കിട്ടണ നേരത്ത് ചോദിച്ചോളണം, ഓഫറുള്ള ടൈമിന് ചോദിച്ചോളണം.
അതേ പലപ്പോഴും ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം ഓഫർ പ്രഖ്യാപിക്കപ്പെട്ട നേരത്ത് ചോദിച്ചോളണം. അവന് ഉത്തരം നൽകപ്പെടും. ഇനിയതാ ആ കിടന്ന കിടപ്പിൽ നിങ്ങളത് പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നു ഇത് പോരാ, ഞാനൊന്ന് എഴുന്നേറ്റ് ഉദൂ ചെയ്യട്ടെ. ഫൈൻ തവല്ലാ, നിങ്ങൾ ഉദൂ ചെയ്യുകയും അല്ല തോന്നി ഉദൂടുത്ത് മാത്രം കിടന്നാ പോരാ, ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കട്ടെ. വസല്ലാ, നിസ്കരിക്കുകയും ചെയ്താലോ ഖുബിലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം തുടങ്ങുന്നത് അങ്ങനെയാവട്ടെ. നമ്മുടെ ഒരു ദിവസം അങ്ങനെയാ തുടങ്ങേണ്ടത്. എപ്പോൾ ഉണരുമ്പോഴും ദിക്ർ നമ്മുടെ മനസ്സിലത്. ഇവിടെയൊക്കെ പ്രഖ്യാപിക്കുന്നൊരു തൗഹീദ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചോനിലുള്ള തവക്കുല. അവനാ എനിക്ക് വലുത് എന്നുള്ള പ്രഖ്യാപനാണ്. അവനൊരാളെ ഞാൻ പങ്കു ചേർക്കൂല എന്നുള്ള പ്രഖ്യാപനാണ്. പങ്കു ചേർക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വരില്ല, എൻ്റെ മുദ്രാവാക്യാണ്. അത് ഞാൻ സമ്മതിക്കൂല. ശിർക്ക് ഒരിക്കലും ഞാൻ സമ്മതിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണരുമ്പോഴും ഉറങ്ങാൻ നേരത്തും എവിടെയും ഏത് സന്ദർഭത്തിലും ആ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിന് വല്ലാത്ത കരുത്ത് പകരും, വല്ലാത്ത ധൈര്യം പകരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ അർത്ഥപ്രകാരമുള്ള ഏറ്റവും പരമപ്രധാനമായ ദിക്റുകളിലൂടെ ആയിരിക്കണം. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. സർവശക്തനായ റബ്ബ് അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സൽസരണിയിലൂടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും നാശങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള നിമിഷമാക്കി അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗീയാരാമത്തിൽ ഒന്നിച്ചു ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.